ഇടുക്കിയിൽ വ്യാജമുട്ട സുലഭമാകുന്നു എന്ന വാർത്തയെ തുടർന്നാണ് മാതൃഭൂമി ന്യൂസ് അന്വേഷണം ആരംഭിച്ചത്. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വിപണിയിൽ സജീവമാണ് ചൈനീസ് മുട്ട എന്നറിയപ്പെടുന്ന കൃത്രിമ മുട്ട. കാഴ്ചയിൽ വലിയ വ്യത്യാസങ്ങളില്ലാത്ത ചൈനീസ് മുട്ട തമിഴ്നാട്ടിൽ നിന്നാണ് അതിർത്തി കടന്നെത്തുന്നത്. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ വ്യാജമുട്ടകൾ സുലഭമാണ്. സാധാരണ മുട്ടയേക്കാൾ കട്ടി കൂടിയതാണ് ഇത്തരം മുട്ടകൾ. കച്ചവടക്കാർ പോലും അറിയാതെയാണ് ഇവ പലപ്പോഴായി വിറ്റഴിക്കപ്പെടുന്നത്. കഴുകിയപ്പോൾ ആ സമയത്ത് മുട്ട ഒന്ന് താഴെ പോവുകയും അപ്പോൾ അത് പൊട്ടിയില്ല. വീണ്ടും അത് പൊട്ടിച്ച് തുറന്നു നോക്കിയപ്പോൾ അതിൽ പാടയിൽ ഒരു റബ്ബർ പോലെ വലിയുന്ന ഒരു ഇതാണ് കണ്ടത്. മുട്ട പൊട്ടിച്ച് ദിവസങ്ങൾ കഴിഞ്ഞാലും മണമുണ്ടാകാറില്ല. ഈച്ചയും മുറുമ്പും പോലും മരിക്കാത്തവയാണ് ഇത്തരം കൃത്രിമ മുട്ടകൾ. റബ്ബർ പാട പോലെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം മുട്ടയ്ക്കുള്ളിൽ കണ്ടെത്താനാകുമെന്നതാണ് പ്രത്യേകത. അതേസമയം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാസപദാർത്ഥങ്ങൾ ചേർത്താണ് ഇത്തരം മുട്ടകൾ നിർമ്മിക്കുന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. മുട്ടയുടെ വെള്ളയ്ക്കായി സ്റ്റാർച്ച്, റെസിൻ, സോഡിയം ആൽഗേറ്റ് എന്നിവയാണ് ഉപയോഗിക്കുന്നത്. ദ്രവരൂപം നിലനിർത്താൻ ആൽഗേറ്റും മഞ്ഞക്കരുവിനായി ആൽഗാനിക് ആസിഡ്, പൊട്ടാസ്യം, ആലം, ജലാറ്റിൻ, കാൽസ്യം ക്ലോറൈഡ് എന്നിവയ്ക്ക് പുറമെ കൃത്രിമ നിറങ്ങളും ഉപയോഗിക്കുന്നു. മുട്ടത്തോടിനായി കാൽസ്യം കാർബണേറ്റും ജിപ്സവും പെട്രോളിയം മെഴുക്കും ചേർക്കുന്നു. കരളിനും വൃക്കയ്ക്കും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ഇവ. എന്നാൽ പോലും ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇക്കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല. ഈ ഇടുക്കിയിൽ ഇപ്പോൾ വ്യാപകമായിട്ട് ചൈനീസ് മുട്ട എന്ന് പറഞ്ഞ സാധനം കിട്ടുന്നുണ്ട്. അതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നോ? ഒന്നും കിട്ടിയില്ല. തൊടുപുഴ സർക്കിളിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. തൊടുപുഴ അടക്കം വ്യാപകമായിട്ട് ഇത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷനോ മറ്റോ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് അങ്ങനെ പറഞ്ഞത്. ഇന്നലെ മെഞ്ഞാന്നാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ മേഡം ഇതിന്റെ സൈഡ് എഫക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്ന അങ്ങനെ എന്തെങ്കിലും ഐഡിയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും പറഞ്ഞു കേട്ടില്ല കേട്ടോ. ആരും പറഞ്ഞു കേട്ടില്ല. ഞാൻ ആദ്യമായിട്ട് തൊടുപുഴകൾ പറഞ്ഞതാണ് ഞാൻ കേട്ടത്. അത് വേറെ പുറത്തുനിന്ന് കംപ്ലൈന്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതേ കുറിച്ച്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നോക്കണ്ടെന്നുള്ളത്. സംസ്ഥാനത്താകമാനം വ്യാപകമാകുന്ന വ്യാജമുട്ട മനുഷ്യന്റെ ആരോഗ്യത്തിന് തന്നെ വലിയ ദോഷമാണ്. ഫ്രൈഡ് റൈസിലോ മുട്ടക്കറിയിലോ ഹോട്ടൽ ഭക്ഷണങ്ങളിലോ ഇവ ചേർത്താൽ തിരിച്ചറിയാൻ പോലും സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കരളിനും വൃക്കയ്ക്കും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് കൃത്രിമ മുട്ടയിലെ രാസപദാർത്ഥങ്ങൾ. ഇടുക്കി ജില്ലയിൽ മുഴുവൻ രാസമുട്ടകൾ വ്യാപകമാകുമ്പോഴും ആരോഗ്യവകുപ്പോ ഭക്ഷ്യസുരക്ഷാ വിഭാഗമോ കൃത്യമായ നടപടികൾക്ക് തയ്യാറാകുന്നില്ല. നഷ്ടമാകുന്നത് സാധാരണക്കാരൻ്റെ ആരോഗ്യവും. ലാൽകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.